ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് പോളി ജോസഫ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം കരുണ, മേഴ്സി. ദൈവത്തിന്റെ വിവിധ ഗുണങ്ങൾ നാം കേട്ടിട്ടുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. ദൈവം എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടമാണ്. ദൈവം സ്നേഹമാണ്. ദൈവം പരിശുദ്ധനാണ്. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന വിഷയം ദൈവം സ്നേഹമാണ്. ഏകദേശം 300 തവണയാണ് ബൈബിളിൽ കരുണയെക്കുറിച്ച് പറയുന്നത്. കരുണ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഒരു ചെറിയ കഥ ഞാൻ പറയാം. അലക്സാണ്ടർ ഗ്രേറ്റിനെ പോലെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒറ്റ രാജ്യമാക്കി മാറ്റുവാൻ വിവിധ യുദ്ധങ്ങൾ നടത്തിയ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. നല്ലൊരു മിലിറ്ററി മാനായിരുന്ന അദ്ദേഹം ഭയങ്കര ഡിസിപ്ലിനേറിയനായിരുന്നു. പലപ്പോഴും തന്റെ ക്യാമ്പുകളിലൂടെ പട്ടാളക്കാർ രാത്രിയിൽ ഉണർന്നിരുന്ന് അവർ അലർട്ടാണ് എന്ന് അറിയുവാനായി അദ്ദേഹം അവരുടെ ക്യാമ്പുകൾ വ്യക്തിപരമായി ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ അങ്ങനെ പോകുമ്പോൾ ഒരു പട്ടാളക്കാരൻ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടു. നാളെ രാവിലെ അവന്റെ അവസ്ഥ എന്താകുമെന്ന് എല്ലാവർക്കും അറിയാം. അവന്റെ അമ്മ വന്ന് ആ ചക്രവർത്തിയോട് പറഞ്ഞ്, ലോർഡ് ഹാവ് മേഴ്സി ഓൺ മൈ സൺ. എന്താണ് മേഴ്സി? എനിക്കത് അറിയത്തില്ല. അവൻ അർഹിക്കുന്നത് മരണമാണ്. അവൻ അർഹിക്കാത്ത ദയ അങ്ങ് കൊടുക്കണമേ. ചക്രവർത്തി അവരുടെ വാക്കുകളുടെ രീതി മനസ്സിലാക്കി മനസ്സലിഞ്ഞ് അവനെ വിടുവിക്കുകയാണ്. ഇത് തന്നെയാണ് കരുണ. നമുക്ക് അർഹതയില്ലാത്തത് നമുക്ക് ലഭിക്കുന്നതാണ് കരുണ. നാം പാപത്തിൽ കുരിശിൽ കിടക്കേണ്ടതിന് പകരമായി യേശു കുരിശിൽ മരിച്ചു. അതാണ് കരുണ. നമുക്ക് ചില ദൈവവചനങ്ങൾ കേൾക്കാം. എന്താണ് കരുണയെന്ന് ആ വചനത്തിലൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ലൂക്ക 6:36. പുറപ്പാട് 34:6. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി. കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. റോമർ 9:16. മനുഷ്യന്റെ അധ്വാനമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ കരുണയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. യെശയ്യാ 54:10 പറയുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. അത് നിന്നെ പിരിയുകയില്ല. എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. യെശയ്യാ 49:15-16 പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാൻ പറ്റുമോ? പുത്രനോട് പെറ്റമ്മയ്ക്ക് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മത്തായി 5:7. യാക്കോബ് 2:13 വചനം ഒരിക്കലും മറക്കരുതേ. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ ഒരു വിധി ഉണ്ടാകും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കും. മിക്ക 6:8 പറയുന്നു, മനുഷ്യ നല്ലത് എന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഹോസിയ 6:6 പറയുന്നു, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലികളിലല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. മത്തായി 9:13 പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ വിളിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, മലകൾ അകന്നു പോയാലും ദൈവത്തിന്റെ സ്നേഹം മാറുകയില്ലെന്നുള്ളത് മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം പറയാം. ഇന്ത്യൻ എയർഫോഴ്സിൽ 32 വർഷം ഞാൻ ജോലി ചെയ്തു. 2000 ആണ്ട് മുതൽ 2002 വരെ ജമ്മു കാശ്മീരിലുള്ള ഒരു താഴ്വാര യൂണിറ്റിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ -22 ആണ്. ചണ്ഡീഗഡിൽ നിന്ന് 50 മിനിറ്റ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിൽ പോയാൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ. അങ്ങനെ മുകളിൽ കൂടി പോകുമ്പോൾ താഴെ നോക്കുമ്പോൾ വെള്ളാരം കല്ലുപോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന, കടലിലെ തിര പോലെ കിടക്കുന്ന ഹിമാലയ പർവ്വത സാനുക്കൾ. അപ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ, ഈ വിമാനത്തിന് എന്തെങ്കിലും പറ്റിയാൽ ഇവിടെ താഴെ പോകുമല്ലോ, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ ഈ വചനം എന്റെ ഓർമ്മയിലേക്ക് വരും, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം നിത്യമാണ്. യെശയ്യാ 54:10. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ തീർച്ചയായും അത് മാറ്റമില്ലാത്ത വചനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ മലകൾ അകന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ. അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആൽപ്സും ആൻഡീസും
ഹിമാലയാസും കാരകോറവും എല്ലാം 1 വർഷത്തിൽ 1 സെന്റിമീറ്റർ വളരുകയും 1 സെന്റിമീറ്റർ ചരിക്കുകയും ചെയ്യുന്നത് സയന്റിഫിക്കായി പ്രൂവ് ആയിട്ടുണ്ട്. പെറ്റമ്മയെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ സ്നേഹത്തിനെതിരായി ഫ്രാൻസിൽ കൊർണോലിയസ് ജാൻസൺ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ് ഒരു പഠനം എഴുതിയുണ്ടാക്കി. അതിന്റെ പേരാണ് ജാൻസണിസം. ദൈവത്തിന്റെ കരുണ കുറച്ച് ആളുകൾക്ക് മാത്രം ഉള്ളതാണെന്നുള്ള ഒരു പാഷണ്ഡത പറഞ്ഞ് പിടിപ്പിച്ചു. ദൈവം കരുണയാണ്, എല്ലാവരുടെയും മേൽ അവൻ ദൈവമാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവല്ലേ. ജെറമ്യ 32:27. ഈ ജാൻസണിസത്തിനെതിരായിട്ട് ദൈവം സമയങ്ങളിൽ 5 വിശുദ്ധരെ ഈ ഭൂമിയിലേക്ക് അയച്ച്. 1 വിശുദ്ധ മാർഗരീറ്റ, 2 വിശുദ്ധ അൽഫോൻസ് ലിഗാരി, 3 വിശുദ്ധ കൊച്ചറേസ്യ, 4 വിശുദ്ധ ഫൗസ്റ്റീന, 5 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ കരുണ, അതിനെക്കുറിച്ച് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ പറയുകയാണ്, കരുണ എന്നുള്ളത് സ്നേഹത്തിന്റെ ഫലമാണ്. ഇറ്റ് ഈസ് എ ഫ്രൂട്ട് ഓഫ് ലവ്. അതുകൊണ്ടാണ് സ്നേഹവും കരുണയും കൂടി ഒന്നിച്ചു പോകുന്നത്. അത് മനസ്സിലാക്കുവാനായിട്ടാണ് യേശു ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ ഒരു കഥ പറയുന്നുണ്ട്, നല്ല സമരിയാക്കാരന്റെ കഥ. ലോകത്ത് ഇന്നുവരെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും അധികം വായിച്ചിട്ടുള്ള ഒരു കഥയാണ് ഗുഡ് സമരിറ്റൻ. ആ കഥ ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല. കരുണ കാണിക്കേണ്ടതിന്റെ ആവശ്യകത കർത്താവ് വളരെ വ്യക്തമായി ലൂക്ക 10:25 ഗുഡ് സമരിറ്റന്റെ സ്റ്റോറിയിലൂടെ എഴുതി വച്ചിരിക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ നാം കരുണ ചെയ്യുക. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ നഗ്നരായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. കർത്താവേ, എപ്പോഴാണ് ഞങ്ങളിതെല്ലാം അങ്ങേക്ക് വേണ്ടി ചെയ്തത്? ഈ ചെറിയവരിൽ ഒരുവൻ ഇതെല്ലാം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. മത്തായി 25:40 മുതൽ 45 വരെ. 45 മുതൽ അവിടുന്ന് വീണ്ടും പറയുകയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നില്ല. എനിക്ക് ദാഹിച്ച്, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുക്കുവാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ പാർപ്പിച്ചില്ല. ഈ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ വെച്ച് നാം ഓരോരുത്തരും അവസാന ദിവസം അളക്കപ്പെടുമെന്ന് ഈശോ പറയുകയാണ്. ഹെബ്രായർ 9:27 പറയുന്നു, എല്ലാവർക്കും മരണം, ഉടനെ തന്നെ വിധി. ആ വിധി ഈ സ്നേഹത്തിന്റെ ബെഞ്ച് മാർക്ക് വെച്ചായിരിക്കും, അളവുകോൽ വെച്ചായിരിക്കും. ഇൻ ദ ഈവനിങ് ഓഫ് യുവർ ലൈഫ് യു വിൽ ബി ജഡ്ജ്ഡ് ബൈ ലവ് അലോൺ. ജീവിതത്തിന്റെ സായംസന്ധിയിൽ നീയും ഞാനും അളക്കപ്പെടാൻ പോകുന്നത് ഈ സ്നേഹത്തിന്റെ അളവുകോൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് യോഹന്നാൻ 13:34, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. യോഹന്നാൻ 14:15. പ്രിയപ്പെട്ടവരെ, ഒരു വേള, ഒരു നിമിഷം നിങ്ങളുടെ സ്നേഹത്തിനെ നിങ്ങൾ തന്നെ ഒന്ന് അളക്കുവാൻ ഈ വീഡിയോ ഉപകരിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഭൂമിയുടെ അടിയിൽ തടിയും മറ്റു കാര്യങ്ങളും എല്ലാം കിടന്ന് ഹൈ പ്രഷറിൽ കിടക്കുമ്പോൾ ഡയമണ്ട് ഉണ്ടാകുന്നത് പോലെ സ്നേഹത്തിന്റെ ഫലമുള്ള അവസ്ഥയാണ് കരുണ. സ്നേഹം പലപ്പോഴും ഒരു ഫീലിംഗ്, ഒരു തോന്നൽ പോലെ ആകുമ്പോൾ കരുണ എന്നുള്ളത് എപ്പോഴും ഒരു പ്രവൃത്തി ഓറിയന്റഡ് ആണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിന്റെ സഹോദരന് വിശക്കുന്നു, അവൻ തണുക്കുന്നു, തീ കായുക, പോവുക, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയാതെ അവന് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ യാക്കോബ് ശ്ലീഹ പറയുന്നത്. ആ യാക്കോബ് ശ്ലീഹ ഒരിക്കൽ കൂടി വളരെ അസന്നിഗ്ധമായി പറയുന്നു, കരുണയില്ലാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, സഭയിലൂടെ ഒഴുകുന്ന ദൈവത്തിന്റെ കരുണ അത് നമുക്ക് കൂദാശകളിലൂടെ ലഭിക്കുന്നു. അതിനെ നമുക്ക് പൂർണ്ണമായി ടാപ്പ് ചെയ്യാം, അതിനെ പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാം. ഇതാ ഇന്നത്തെ ദിവസമാണ് എനിക്കും നിനക്കുമുള്ള ദിവസം. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. റോമർ 8:1. നാളത്തെ കാര്യം നമുക്കറിയത്തില്ല.
കൂടുതൽ കൂടുതൽ കുമ്പസാരത്തിലൂടെ, കൂടുതൽ കൂടുതൽ വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിന്റെ കരുണ നമുക്ക് ഊറ്റി ഊറ്റി കുടിക്കാം. നാളെ നീതിയുടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതിനൊന്നും നമുക്ക് നേരം കിട്ടത്തില്ല. അന്ന് ദൈവം നമ്മളെ അളക്കുകയും നമുക്കുള്ള സമ്മാനം തരാൻ പോവുകയും ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ചാണെന്ന് റോമർ 6:2 പറയുന്നു. അത് തന്നെയാണ് വെളിപാട് 22:12 പറയുന്നത്. ദൈവമായ കർത്താവ് തൻ്റെ കരുണയിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കട്ടെ. നിങ്ങൾ കൂടുതൽ കരുണയുള്ളവരാകട്ടെ. അങ്ങനെ നിങ്ങൾ കർത്താവിൻ്റെ മുഖം മറ്റുള്ളവർക്ക് വെളിവാക്കുന്നവരാകട്ടെ. അതിനുവേണ്ട കൃപ കർത്താവ് തന്നെ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.